ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ച ബാർ ഉടമകൾ സർക്കാരുമായി ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു. മന്ത്രിമാരടക്കം മുൻകൈയെടുത്ത് നടത്തിയ അനുനയ നീക്കങ്ങളെ തുടർന്നാണ് ബാർ ഉടമകളുടെ പിന്മാറ്റം. ബിജു രമേശ് ഉന്നയിച്ച കോഴ ആരോപണം ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ അരൂരിലെ ബാർ ഉടമ മനോഹരൻ നിലപാട് തിരുത്തി രംഗത്ത് വന്നത് ഇതിന്റെ സൂചനയാണ്. കെ.എം. മാണി പണം വാങ്ങിയ കാര്യം തനിക്ക് അറിയില്ലെന്നും ആരോപണം ഉന്നയിക്കുമ്പോൾ താൻ മദ്യലഹരിയിലായിരുന്നുവെന്നുമാണ് മനോഹരന്റെ വിശദീകരണം. കെ.എം. മാണിക്കെതിരായ കോഴ ആരോപണം ഉയർത്തിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വലിയ നാശനഷ്ടമുണ്ടാക്കാതെ അടങ്ങുകയാണ്. മന്ത്രിമാരും UDF ഘടകകക്ഷി നേതാക്കളും നേരിട്ടിറങ്ങി ബാർ ഉടമകളെ സാന്ത്വനിപ്പിച്ചു. ബാർ ഹോട്ടൽ അസോസിയേഷൻ യോഗം ബിജു രമേശിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അനുനയ നീക്കം ശക്തമായി. മന്ത്രിസഭയിലെ ഒരു മുതിർന്ന അംഗം ബാർ ഉടമകളുമായി സംസാരിച്ചു. ബാർ മുതലാളിമാരുടെ ആശങ്ക ചർച്ച ചെയ്യാൻ സർക്കാരിന് സമയം വേണം. ചില നിർദ്ദേശങ്ങൾ മന്ത്രി മുന്നോട്ട് വെച്ചു. കൂടുതൽ ചർച്ചകൾ നടത്താമെന്ന ഉറപ്പും ലഭിച്ചു. ഇതോടെ ബിജു രമേശും ആരോപണം മയപ്പെടുത്തി. മാണിക്കെതിരെ മൊഴി നൽകി തെളിവ് നൽകാതെ ബിജു രമേശ് മടങ്ങി. തൊട്ടുപിന്നാലെ ബിജു രമേശിന്റെ ആരോപണം ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ അരൂരിലെ ബാർ ഉടമ മനോഹരനും പിന്മാറി. മദ്യലഹരിയിലായിരുന്നു താൻ മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ചത്. മാണിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്ന് മാത്രമല്ല, കെ.എം. മാണിയെ തനിക്ക് അറിയുക പോലുമില്ല. എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റാണ്. ഞാൻ വ്യക്തമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഭാഗത്ത് തെളിവുകളൊന്നുമില്ല. അതിനാൽ ആരോപണം എനിക്ക് അടിസ്ഥാനരഹിതമാണ് എന്ന് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ എഴുതി ഞാൻ അറിയിച്ചിട്ടുണ്ട്. കോഴയല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് കെ.എം. മാണിക്ക് കൈമാറിയതെന്ന് മൊഴി നൽകണം എന്നാണ് ബിജു രമേശിന് ലഭിച്ച നിർദ്ദേശം. മറ്റു നേതാക്കൾ പണം വാങ്ങിയ വിവരം തൽക്കാലം ബാർ ഉടമകളുടെ മനസ്സിലിരിക്കും. പകരം ബാർ ഉടമകൾക്ക് എന്ത് ലഭിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ബിജു രമേശ് ഉന്നയിച്ച ആരോപണം പ്രതിപക്ഷം ഏറ്റെടുക്കാതിരുന്നതും അനുനയത്തിന് വിധേയരാകാൻ ബാർ ഉടമകളെ നിർബന്ധിതരാക്കി. S. വിജയകുമാർ, റിപ്പോർട്ടർ, കൊച്ചി.